ഓക്കെ സോ യല്ലാ നബ്ദ. സോ നമ്മൾ പ്രസന്റ് ടെൻസിന്റെ ടേബിൾ നന്നായിട്ട് പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? പാസ്റ്റ് ടെൻസിലും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തു, നീ ചെയ്തു, അവൻ ചെയ്തു, അവൾ ചെയ്തു ഒക്കെ ഉണ്ടാവും അല്ലേ? അവർ പോയി, ഞാൻ നിന്നെ വിളിച്ചു, അവർ എന്നോട് പറഞ്ഞു എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പാസ്റ്റിൽ പറയണം. സോ ഫസ്റ്റ് പാസ്റ്റിൽ അനയാണ് അല്ലേ? അപ്പം അനയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ? എൻഡിൽ തു എന്ന് ചേർത്താൽ മതി അല്ലേ? സോ ഐ ടുക്ക്, അന അഹൽത്തു അല്ലേ? അഹൽത്തു ഞാൻ എടുത്തു. ഇനി ഞാൻ പറഞ്ഞു, അന ഗുൽത്തു അല്ലേ? അന ഗുൽത്തു. പക്ഷെ സംസാരത്തിൽ തു എന്ന് പറയേണ്ട ആവശ്യമില്ല. അന ഗുൽത്ത്, അന ഗുൽത്ത് ലക്ക്, ഞാൻ എന്നോട് പറഞ്ഞില്ലേ അല്ലേ? അന ഗുൽത്ത്, ഗുൽത്ത് എന്ന് പറഞ്ഞാൽ മതി. ഗുൽത്തു ലക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അന ഇൻതക്കും അതേപോലെ തന്നെയല്ലേ കേൾക്കുള്ളൂ. ഇൻതക്കും അതാണ്. അപ്പം അനക്ക് നമ്മൾ തു ആണ് ചേർക്കേണ്ടത്. സംസാരത്തിൽ താ പറഞ്ഞാൽ മതി. ഇനി നോക്കൂ, ലാസ്റ്റ് താഴെന്ന് മേലെന്ന് മൂന്നാമത്തത് ഇൻതയാകുമ്പം ഇൻതയുടെ താ ഉണ്ടല്ലോ, അഹൽത്ത. ഇൻത അഹൽത്ത എന്നാ പറയാ. അഹൽത്ത മൊയ്ത്, നീ മൊയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്തോ. അപ്പം അവിടെയും അഹൽത്ത എന്ന് പറയേണ്ട ആവശ്യമില്ല. അഹത്ത് മൊയ്ത് എന്ന് ചോദിച്ചാൽ മതി. സോ ക്വസ്റ്റ്യൻ ടോൾ നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ അത് അവരോടാന്ന് തന്നെ അവർക്ക് അറിയാലോ. സോ അനക്കും ഇൻതക്കും ഒക്കെ എന്താണ് ത് എന്ന് തന്നെ സംസാരത്തിൽ പറയുള്ളൂ. ഓക്കെ ഓക്കെ. സോ എന്താണ് അനയാകുമ്പോൾ ത, ഇൻതി ആകുമ്പോഴും ത. ഇനി ഇൻതി ആകുമ്പോൾ അഹൽത്തി എന്ന് വരും. ഓക്കെ, അഹൽത്തി, ഇൻതിയുടെ തി, അഹൽത്തി. അത് അഹൽത്തി എന്ന് തന്നെ പറയണം ഫീമെയിൽ ആകുമ്പോൾ. ഓക്കെ, അവിടെ നമ്മൾ ത് എന്ന് പറയരുത്, അഹൽത്തി എന്ന് തന്നെ പറയണം. ഓക്കെ, ഇൻതി ഷുഫ്തി, കണ്ടിട്ടുണ്ടോ ഷുഫ്തി. ഓക്കെ, ഷുഫ്തി, ഗുൽത്തി അല്ലേ? യു സെഡ് എന്ന് പെണ്ണിനോടാണെങ്കിൽ ഇൻതി ഗുൽത്തി പറഞ്ഞില്ലായിരുന്നോ അല്ലേ? പെണ്ണിനോടാണെങ്കിൽ അപ്പോൾ തി എന്ന് ചേർക്കണം. അപ്പോൾ ഇൻതും ആകുമ്പോൾ തും എന്ന് ചേർക്കുക. അഹൽത്തും, അഹൽത്തും. ഓക്കെ, ഇൻതും അഹൽത്തും, നിങ്ങൾ എല്ലാവരും എടുത്തു. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. ഇൻതു അഹൽത്തു എന്നും പറയാം. ഓക്കെ, സോ ഇത് നല്ല എളുപ്പമാണ്. അനയാകുമ്പം ഇനി വേറൊരു വേർബ് എടുക്കൂ, പഠിച്ചു. ഞാൻ പഠിച്ചു എങ്ങനെ പറയും? ആ, അപ്പോൾ അതാലം എന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കാറുണ്ട് എന്നാണ്. അത് പ്രസന്റിലാണ് ഫസ്റ്റ് ആ. പാസ്റ്റ് ആകുമ്പോൾ ആ ഫസ്റ്റ് ആ കഴിഞ്ഞിട്ട് എൻഡിൽ ത് എന്ന് ചേർക്കും. സോ തഅല്ലംത്. ആ വേണ്ട. ഓക്കെ, തഅല്ലംത്. ഓക്കെ, യെസ്, അന തഅല്ലംത്, ഞാൻ പഠിച്ചു. നീ പഠിച്ചോ? അപ്പം ഇൻത തഅല്ലംത്. യെസ്, ഇൻത തഅല്ലംത്. ഇനി ഫീമെയിലിനോടാണെങ്കിൽ ഇൻതി തഅല്ലംത്. യെസ്, ഇൻതി തഅല്ലംത്. ശരിക്കും പഠിച്ചു, പഠിച്ചു. ദറസ്ത എന്ന് പറയാം, തഅല്ലംതും പറയാം. ഓക്കെ, ലേണും സ്റ്റഡിയും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് കേട്ടോ, ദറസ്തയും തഅല്ലംതയും. ഓക്കെ, ഇനി ഇൻതുമാകുമ്പോൾ ഇൻതു തഅല്ലു, തഅല്ലംതു, തഅല്ലംതു. ഓക്കെ, ഇൻതുമാകുമ്പോൾ തഅല്ലംതു എന്നാണ് വരിക. ഓക്കെ, ഹുമ്മാണ് ആ താ പോണത്. എങ്ങനെയാണ്? ഹുമ്മാകുമ്പം താ ഇല്ലല്ലോ, ഇല്ലല്ല, അവർക്ക് നമ്മൾ എത്തിയില്ല, അവർക്ക് എത്തിയില്ല. ഇതിപ്പോ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? സോ അനേക്കും ഇൻതക്കും ഒക്കെ എൻഡിൽ താ എന്നുള്ള ശബ്ദം വരുന്നുണ്ട്. ഇനി നെഹ്നു ആകുമ്പോൾ എളുപ്പമാണ്. ആ താക്ക് പകരം ന എന്ന് ചേർക്കാം. അഹദ്ന അല്ലേ? ഞങ്ങൾ എഴുതി എങ്ങനെ പറയും? വി റോട്ട്. എന്ന് പറയുമ്പം കതബ്ന. അവിടെ താ വേണ്ട, അവിടെ താ ഇല്ല. കതബയാണ് ബേസ് വേർഡ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ എൻഡിൽ ചേർക്കുന്നതാണ് ഈ തായും നായൊക്കെ. അപ്പം നാ ചേർത്താ പിന്നെ താന്റെ ആവശ്യമല്ല. താ ചേർക്കുന്നത് അനക്കും ഇൻതക്കും ഇൻതിക്കും ഒക്കെയാണ് താ എൻഡിൽ ചേർക്കുക. നഹ്നു ആകുമ്പം നാണ് ചേർക്കേണ്ടത്. സോ നഹ്നു കതബ്ന, ഞങ്ങൾ എഴുതി. ഇനി ഞങ്ങൾ എഴുതാറുണ്ട് എന്നാണെങ്കിലോ, വി റൈറ്റ് എന്നാണെങ്കിലോ, പ്രസന്റ് ആണെങ്കിൽ ഈ നാ എവിടെ വരിക? വേർബിന്റെ ഫ്രണ്ടിൽ വരും. ഓർമ്മയുണ്ടോ? അല്ലേ? അക്തുബ്, നക്തുബ്, തെക്തുബ് നമ്മൾ പഠിച്ചു. പാസ്റ്റ് ആകുമ്പോൾ കെതബ്ത് അല്ലേ? കെതബ്ന, ഞങ്ങൾ എഴുതി, ഞങ്ങൾ പോയി. റഹ്ന അല്ലേ? റഹ്ന. അത് ആ ചേഞ്ച് അങ്ങനെ ഇട്ടാ വരിക. അറൂഹാണ് പോകുക. പക്ഷെ റൂഹന എന്നൊന്നും പറയില്ല, റഹ്ന എന്നാ പറയുള്ളൂ. ഓക്കെ, പാസ്റ്റിൽ ആകുമ്പോൾ നമ്മൾ സംസാരത്തിൽ പഠിക്കും. ഇനി ബേസ് വേർഡ് ആണ് എന്ത്? ഹുവ വെച്ചിട്ടാണ് ബേസ് വേർഡ്. സോ അഹദ, അഹദയാണ് ബേസ് വേർഡ്, എടുത്തു എന്നത്. ഓക്കെ, അതിൻ്റെ അർത്ഥം അവൻ എടുത്തു എന്നാണ്.
അറബിയിൽ ബേസ് വേർഡിൻ്റെ തന്നെ അർത്ഥം അവൻ എടുത്തു എന്നാണ്. സോ അഹദ മൗഇദ് എന്ന് പറഞ്ഞാൽ അവൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് എന്നാണ്. ഓക്കെ, ഓൾറെഡി സൗജി എടുത്തു. അഹദ മൗഇദ്, എൻ്റെ ഹസ്ബൻഡ് അപ്പോയിൻമെൻ്റ് എടുത്തു. ഇപ്പം അഹദ എന്ന് പറഞ്ഞാൽ അവൻ എടുത്തു എന്നാണ്. ഇപ്പം അഹദന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തു. അതുപോലെ ബേസ് വേർഡ് അവനാണ്. സോ അറബിയിൽ വേർബ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് ഇതിൻ്റെ സബ്ജക്റ്റ് എന്നുള്ളത്, ആര് ചെയ്തു എന്നുള്ളത് അല്ലേ. അഹസ്തും എന്ന് പറഞ്ഞാൽ നമുക്കറിയും എന്ത്, നിങ്ങളെല്ലാവരും ചെയ്ത സംഭവമാണ് എന്ന് അല്ലേ. അപ്പോൾ അഹദ എന്ന് പറഞ്ഞാൽ അവൻ എടുത്തു. ഓക്കെ, ഗാല അവൻ പറഞ്ഞു എന്നാണെങ്കിൽ കാല എന്ന് എഴുതുമ്പം പറയുമ്പം ഗാൽ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഗാൽ പറഞ്ഞു. ഗാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോഴും പറയുന്നതാണ് അല്ലേ, നബി പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഗാല അല്ലെ ഗാൽ. അപ്പോൾ ഗാൽ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു എന്നാ. ഇനി അവൾ പറഞ്ഞു എന്ന് വേണമെങ്കിൽ ഈ ബേസ് വേർഡ് അഹദ എന്നുള്ള ബേസ് വേർഡ് ഉണ്ടല്ലോ, അഹദ, അതിൻ്റെ എൻഡിൽ അത്ത് എന്ന് ചേർക്കാം. അഹദത്ത് അല്ലേ. അഹദത്ത് എന്ന് പറഞ്ഞാൽ ഞാനായി. അവളാണെങ്കിൽ അഹദത്ത്. ബേസ് വേർഡിലേക്ക് വേണം എൻഡിൽ ദാടെ എൻഡിൽ ഫതഹന്നെ വേണം. അഹദത്ത്. സോ അഹദത്ത് എന്ന് പറഞ്ഞാൽ അവൾ എടുത്തു. ബേസ് വേർഡിന്റെ എൻഡിൽ ഫതഹ കൊടുക്കണം. യെസ്. മറ്റതിനൊക്കെ നമ്മൾ സുക്കൂനാണ് ചെയ്തത്, അഹദത്ത അഹദത്തും ഒക്കെ അല്ലേ. അപ്പം അവളാകുമ്പോൾ നമ്മൾ അതിന് ഫതഹ ചെയ്ത്, അതായത് ബേസ് വേർഡ് അഹദ, അപ്പം അഹദത്ത്, ഗാല, ഗാലത്ത്, അവൾ പറഞ്ഞു. ഓക്കെ, ഇനി അവരാകുമ്പോൾ ഈ അഹദ എന്ന ബേസ് വേർഡിന്റെ എൻഡിൽ ഉ എന്ന ശബ്ദം ചേർക്കാം. സോ അഹദു അല്ലേ, ഗാലു അവർ പറഞ്ഞു അല്ലേ. ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോയി, കുട്ടികൾ എവിടെ ചോദിക്കുക, അപ്പൊ അവർ സ്കൂളിൽ പോയി. സോ ഹും റാഹു ഇലൽ മദ്രസ. ഓക്കെ, അല്ലെങ്കിൽ ഹും തലഉ ഇലൽ മദ്രസ, അവർ മദ്രസയിൽ. പോയി തൊല എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, പോയി എന്ന രീതിയിൽ. സംസാരത്തിൽ പിന്നെ റോഹനെക്കാളും കൂടുതൽ തൊല എന്നാ പറയാ, എന്നാ പറയാം. ചോദിക്കുന്ന പോലെ പുറപ്പെടുക എന്നുള്ള രീതി അർത്ഥാണ്. തലഅൽ ബദറു അലൈന എന്നൊക്കെ കേട്ടില്ലേ, ചന്ദ്രൻ പുറപ്പെട്ടു എന്നുള്ള. പുറത്തു പോവല്ലേ, പുറത്തു പോ, കൽപ്പിക്കണ പോലെയാണ്. പുറത്തു പോവല്ല, പുറത്തു പോവും. തൊലറ പാസ്റ്റ് ആണ്, അതായത് അവൻ പുറപ്പെട്ടു എന്നാണ് അർത്ഥം. ഓക്കെ, അത്തിലാണ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ആവും. അത്തിലാണ് ഫ്രണ്ടില് തത്തിലാണ് അല്ലേ. നീ പുറപ്പെട്ടു അല്ലെ, പുറപ്പെടാറുണ്ട്, പോകാറുണ്ട്. അന അത്ല ഇല സൂക്ക്, ഞാൻ മാർക്കറ്റിൽ പോവാറുണ്ട്. അന തലാത്ത്, ഞാൻ പോയി. ഒരു മിനിറ്റ് ഇപ്പൊ വരെ. സോറി ട്ടോ, കിച്ചൺ ഒരു മണം, കത്തി ഒരു മണം, അതുകൊണ്ട് ഓടിയതാ. എന്താ ഇതിൽ വെച്ചിട്ടുണ്ടോ? ഇല്ല ഒന്നുമില്ല, അതൊരു ചായ വെച്ചതാ. അപ്പൊ എനിക്കൊന്ന് അടിയിൽ എന്തോ കരിയായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ, ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാവുന്നതാണ്. വർക്കിംഗ് മോംസും ലേണിംഗ് മോംസിന്റെ ഒക്കെ അവസ്ഥ തന്നെയാണ്. അപ്പൊ ഓടിയതാണ്, എന്താന്ന് ആലോചിച്ചിട്ടേ. ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഞാനൊരു തവണ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത സമയത്താ തോന്നുന്നു കുക്കർ വെച്ച് പോകുന്നത്. ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഒരു പരിവായിട്. എന്നിട്ട് എന്നും വെള്ളത്തിലിട്ട് വെച്ച് ഹസ്ബൻഡിനെ കൊണ്ട് എന്നും ഉറപ്പിക്കും, മാക്സിമം നിങ്ങൾക്ക് കഴിയണത്ര ഉറച്ചോളി എന്ന് പറയും. 4 ദിവസം കഴിഞ്ഞാൽ ഇനിയും ഇത് കഴിഞ്ഞില്ലേ, കാരണം ഇന്നത്തോടെ കൂടെ കഴിയും എന്ന് പറഞ്ഞു, നിങ്ങൾ മാക്സിമം ഇങ്ങോട്ടേക്ക് വെളുപ്പിക്കെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമുക്കിപ്പോ തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിന്റെ ഉള്ളിൽ ലിക്വിഡും മറ്റേ നാരങ്ങ ഇട്ടതിനെ കുറച്ച് ക്ലിയർ ആന്ന് പറയുന്നേക്കാം. അതൊന്നും ഞാൻ ചെയ്യില്ല, ഞാൻ വേഗം അങ്ങനെ പിടിച്ചാ ഓരോ ഏൽപ്പിക്കും. അതിനൊന്ന് ഹെൽപ്പ് ചെയ്യും, ബാക്കി പാത്രമൊക്കെ ഞാൻ കഴുകുന്നില്ലേ, കരി നിങ്ങൾ കളഞ്ഞേരിന്ന് പറയും. അങ്ങനെ 2 തവണ ശരിയാക്കി തന്നത് ഓരന്നെ. എല്ലായിടത്തും അപ്പൊ ഒരേ കഥ തന്നെയല്ലേ. മറ്റേതാകുമ്പോ പണിയെടുത്താലേ നമ്മളെ കൈ മുറിയും, അല്ലാതെ തന്നെ നമ്മളെ റൈറ്റ് ഹാൻഡിന് ഒരു ഒഴിവില്ലല്ലോ. പിന്നെ അതിനും കൂടെ ഫോഴ്സ് കൊടുത്താലേ അപ്പൊ അവരെ ഏൽപ്പിക്കും. ഓക്കെ,
ഓക്കെ തമാം. സോ എന്താണ് ഇപ്പൊ നമ്മൾ നാ എന്ന് ചേർക്കും അല്ലെ, എൻഡിൽ പാസ്റ്റ് ആകുമ്പോ ഒക്കെ എൻഡിലാണ് കേട്ടോ, ബേസ് വേർഡിന്റെ എൻഡിൽ എന്ന് ആലോചിച്ചാൽ മതി. സോ ഹുവ അഖദ, ഹിയ അഖദത്, ഹും അഖദു. ഇനി ദറസ വെച്ചൊന്ന് പറഞ്ഞു നോക്കൂ. അവൻ പഠിച്ചു. هو درس. സോ അവൾ. هي درست. യെസ്. ഹും هم درسوا. ദറസു. ഇനി നോക്കൂ, ഇനി കെത്തബ. കെത്തബ എന്ന് പറയുമ്പോ എന്താണ്? ബേസ് വേർഡ് ആണ്. അതിന്റെ അർത്ഥം എന്താണ് അപ്പോ? കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി. ആര്? അവൻ എഴുതി. അവൻ എഴുതി. ഇനി അതിന്റെ പ്രസന്റ് ഏതാന്ന് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? പ്രസന്റ് ആകുമ്പോ അവൻ എഴുതി എന്നാകുമ്പോ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? എഴുതാറുണ്ട്, ഹി റൈറ്റ്. അതായത് കത്തബ എന്ന് പറയുമ്പം യക്തുബ്. യെസ്, അഹ്സൻതി. അല്ലേ, യക്തുബ് എന്ന് പറഞ്ഞാൽ അവൻ എഴുതാറുണ്ട്, കെത്തബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി. സോ ഈ കത്തബയുടെ എല്ലാ ഫോമും പറയൂ. അന വെച്ച് അന, ഇൻത, അങ്ങനെ നമ്മൾ പഠിച്ച ഫോമാറ്റിലൊന്ന് പറയൂ. അന കതബ്തു. അന ഇൻത കതബത്. ഇന്തിം കത്തബ്ത് തന്നെ അല്ലെ? സുക്കൂൻ ഇന്തി കതബ്ത, ഇന്ത കതബ്ത, ഇന്തി കതബ്തി, ഇന്തു കതബ്തു, അല്ലെങ്കിൽ ഇന്തും കതബ്തും. യെസ്. അന കതബ്ന. നഹ്നു കതബ്ന. നഹ്നു കതബ്ന. ഹുവ കതബ. ഹിയ കതബത്. യെസ്. ഹും കതബു. സോ ഇത് വാലിഹി ഹദ മൗലു വാലിഹ്. ഇത് ക്ലിയർ അല്ല ഈ വിഷയം അല്ലേ? ഇനി നമുക്ക് യെസ്. സോ ഇനി നമുക്ക് ഇത് വെച്ച് കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യാം അല്ലേ? സെന്റൻസ് ആക്കിയിട്ട് പറയാം. എന്താണ്? ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലേ? ഐ ടോൾഡ് യു യെസ്റ്റർഡേ. ഐ ടോൾഡ് യു യെസ്റ്റർഡേ. ഐ ടോൾഡ് എന്ന് പറയുമ്പോ ഗുൽത്ത്. യെസ്. സോ ഐ ടോൾഡ്. സോ ഗുൽത്ത് നിന്നോട്. അനാന്ന് പറഞ്ഞ ആവശ്യമില്ല. ഗുൽത്ത് എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞു എന്നാണ്. ആരോട്? നിന്നോട്. സോ നിന്നോട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അല്ലെ? എന്ത് ഈ സംസാരത്തിൽ ആക്ച്വലി അന പറയൂലല്ലോ. അതാണ് അന വേണ്ട. ഗുൽത്ത് വേർബിൽ തന്നെ ഉണ്ട് സബ്ജക്റ്റ്. സോ ഗുൽത്ത് ലക്കംസ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അല്ലെ? ഗുൽത്ത് ലക്കംസ് എന്താ പറഞ്ഞത്? ഞാൻ നാളെ വരില്ലാന്ന്. ഐ വോണ്ട് കം ടുമോറോ. ഐ വോണ്ട് കം ടുമോറോ. ഐ വോണ്ട് എന്ന് പറയുമ്പോൾ അനമാ. കം എന്ന് പറയുമ്പോൾ അനമാ ഇജി ബുക്ര. അനമാ ഇജി ബുക്ര. അനമാ ഇജി ബുക്ര. അല്ലെങ്കിൽ എന്താണ്? ടുമോറോ അല്ലേ? അനമാ ആജി പറയണം കേട്ടോ. അനമാ ആജി ബുക്ര. അനമാ ആജി ബുക്ര. സോ അതുപോലെ സെന്റൻസ് ഉണ്ടാക്കണം. ഇനി ഓക്കെ, ടുമോറോ. ഇനി അല്ലെങ്കിൽ എങ്ങനെയാണ്? ടുമോറോ എന്ന് ചേർക്കണമെങ്കിൽ നമ്മൾ എന്താ ചേർക്കേണ്ടത്? ബുക്കറക്ക് പകരം വേറെന്തോ ഉണ്ടല്ലോ. അനമ ബാജി എന്ന് പറയാം. ബാജി. അല്ലെങ്കിൽ അനമ റാഹ് ആജി എന്ന് പറയാം. ഓക്കെ, അനമ റാഹ് ആജി. അപ്പൊ ഫ്യൂച്ചറിലുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് ബാ വെച്ചിട്ട് ഫ്യൂച്ചർ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? അനബറൂഹ്. അനബറൂഹ്. ബാ എന്ന് ചേർത്ത് കൊടുത്താൽ മതി നിങ്ങള്. ഓക്കെ, ഒന്നെങ്കിൽ ആ പ്രസന്റ് ടെൻസില് മെയിൻ വേർബിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാ? ബാ എന്ന് ചേർത്തി കൊടുക്കാം. അപ്പൊ ഐ വിൽ കം ടുമോറോ എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് കം ടുമോറോ. അനമാ ബറൂ ബുക്ര. യെസ്, അനമാ ബറഹ് ബുക്ര. ബുക്ര. ഓക്കെ, അതാ എളുപ്പം. ഗോ ആണ് റോഹ്, പിന്നെ കമ്മ അനമാ ബാജി ആണ്. ബജി ബുക്ര. അനമാ ബാജി ബുക്ര. അപ്പൊ ബാ എന്ന് കറക്റ്റ് ആ പ്രസന്റ് ടെൻസിന്റെ ഫോമില് ബാ എന്ന് ചേർത്തി കൊടുത്താൽ മതി. എന്താണോ ഉള്ളത് അതിന്റെ മുന്നേ ബാ. അപ്പൊ ഫ്യൂച്ചറായി. നമുക്ക് 3 ഓപ്ഷനാണ്. ഒന്നുകിൽ ബാ ചേർക്കാം, അല്ലെങ്കിൽ സാ ചേർക്കാം, അല്ലെങ്കിൽ റാഹ് ചേർക്കാം. ഓക്കെ, അനമാ റാഹ്. കോമൺ ആയിട്ട് ഏതാ ചേർക്കുക? പക്ഷെ റാഹും കേൾക്കാം നിങ്ങൾക്ക് കേട്ടോ. റാഹ് എന്നത് വിൽ എന്നതിന്റെ അറബിക് വേർഡ് ആയിട്ട് റാഹ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി ഞാൻ മാർക്കറ്റിൽ പോയി. ഓൾറെഡി വെന്റ്. ഓക്കെ, رحت إلى السوق. أنا رحت إلى السوق. I saw a movie. شفت سينما. Yes.
ഐ അണ്ടർസ്റ്റുഡ് യു. أنا فهمت أنا فهمت لك അല്ലെങ്കിൽ عليك. عليك أنا فهمت عليك. ഓക്കെ. أنا فهمت لك പറയോ? ലക്ക് അലൈക്കാണ് പറയട്ടോ. ഫഹംത്ത് ആകുമ്പോൾ അലൈക്കാണ്, നിന്നെ മനസ്സിലാക്കി എന്ന്. മറ്റേ ഐ കോൾഡ് യു എന്നൊക്കെ പറയണല്ലോ, അലയ്യ എന്ന് പറയുന്നത് യെസ് അല്ലേ? യെസ്. കോൾഡ് ആകുമ്പോൾ അലയ്യ, കോളിനും റിപ്ലൈനും ഒക്കെ അലയ്യാണ് പറയാ. ഓക്കെ. എന്നെ റദ്ദൈത്ത് അലയ്യ, ഞാൻ നിനക്ക് റിപ്ലൈ അയച്ചു. എപ്പോഴൊക്കെ അലയ്യാണ് പറയാം. അപ്പോൾ ഫഹംത്ത് അലൈക്കാണ് പറയാം നിന്നെ ആണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഓരോന്ന് നമ്മളിങ്ങനെ യൂസേജിലാണ് പഠിക്കുക. ഇനി ഞാൻ കുറച്ച് മുന്നേ കഴിച്ചു. ഐ എയ്റ്റ് എ വൈൽ എഗോ. നമ്മൾ ആ യൂസേജ് പഠിച്ചിരുന്നു. എ വൈൽ എഗോ എന്നതിൻ്റെ ഒക്കെ യൂസേജ് ഓർമ്മയുണ്ടോ? ഞാൻ അക്കൽത്ത് എഗോ, വൈൽ എഗോ എന്ന് പറയുമ്പം മുന്നേ എന്ന് പറയുമ്പോ മാലി അല്ല, മാലി അല്ല, ഗബിൾ ഷോയ്. ഓക്കെ. ഗബിൾ ഷോയ് ആണ് വൈൽ എഗോ. ഓക്കെ. സോ ആൻ അക്കൽത്ത് ഗബിൾ ഷോയ്, ഞാൻ കുറച്ച് മുന്നേ കഴിച്ചു. ഐ വർക്ക്ഡ് എ ലോട്ട് ടുഡേ. أنا اشتغلت كثيرا اليوم. أنا اشتغلت كثيرا اليوم. എപ്പം? രാവിലെ മുതൽ രാത്രി വരെ. So from morning till evening. from എന്ന് പറയുമ്പോൾ മിന്നാണോ? മിൻ സുബഹ ഹത്ത മസ. ഹത്തൽ മസ. അഹ്സൻത്. അപ്പോൾ ആ യൂസേജ് ഒക്കെ നമ്മൾക്ക് അറിയണം കേട്ടോ. ഇനി ഐ ഫൗണ്ട് ദ ബുക്ക് അല്ലേ? എന്താണ് ഫൈൻഡിന്റെ പ്രസന്റ് ടെൻസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഫൈൻഡ് എന്തായിരുന്നു? അൽഖാന്നാണ്. ഇലല്ലിക്ക ഒക്കെ നമ്മൾ പഠിച്ചു. മീറ്റ് ടു അഗൈൻ, അതൊക്കെ കേട്ടുണ്ടോ? അപ്പം ടീച്ചർ പറഞ്ഞുതരും, അത് എപ്പോഴും എന്റെ മനസ്സിൽ പോകുന്ന അൽഗ. ഐ ഫൈൻഡ് അല്ലേ? അപ്പൊ ഐ ഫൗണ്ട് ആകുമ്പോൾ ലഗൈത്ത് എന്ന് വരും. ലഗൈത്ത് അൽ കിതാബ്, ബുക്ക് ഞാൻ ഫൈൻഡ് ചെയ്തു. ലഗൈത്ത് അൽ മിഫ്താഹ്, ഞാൻ ചാവി ഫൈൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് അതിന് ഫൗണ്ടിനുള്ളത് ലഗൈത്ത് തന്നെ ഉള്ളൂ അല്ലേ? അപ്പൊ ഫൗണ്ട് എന്നാകുമ്പോ ലഗൈത്ത്. ഓക്കെ. ഇനി ഞാൻ കോഫി ഉണ്ടാക്കി. ഉണ്ടാക്കി, ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. സവൈത്. യെസ്, അന സവൈത് ഗഹ്വ അല്ലേ? ഐ ബോട്ട് ന്യൂ ക്ലോത്ത്സ്, ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങി. ഇഷ്തറ വാങ്ങി, ബൈ. അപ്പൊ ഇഷ്തറൈത്. യെസ്, ഇഷ്തറൈത്. മലാബിസ് ജദീദ്. ജദീദ്. അഹ്സൻത്. ഇനി എന്താണ്? ഐ കെയിം ബാക്ക് ഹോം ലേറ്റ്. ഐ റിട്ടേൺഡ് ഹോം ലേറ്റ്. റിട്ടേൺ. അപ്പം തല ഉപയോഗിക്കില്ലല്ലോ. ഇല്ലല്ല, തല പുറപ്പെടാണ്, ഗോയിങ് ആണ്. റിട്ടേൺ أنا رجعت البيت متأخرة. ഞാൻ ലേറ്റ് ആയിട്ടാണ് എന്ത് വീട്ടിൽ എത്തിയത്. ഇനി നീ മാനേജറോട് സംസാരിച്ചോ? Did you spoke to manager? Did you speak to manager? ഇന്ത. അപ്പം കല്ലംത്. അപ്പൊ ഇന്ത എന്ന് പറയുമ്പോ കല്ലംതി. യെസ്, ഇന്ത കല്ലംത. അപ്പൊ കല്ലംത് പറഞ്ഞാൽ കൺഫ്യൂഷൻ വേണ്ട. കല്ലംത് മഅ മുദീർ. കല്ലംത് മഅ മുദീർ. യെസ്. ഇനി we laughed a lot. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. We laughed a lot hearing that. ലോഫിന് എന്താ പറയാ? ലൊഹക്കയാണ് എന്ത്? ലാഫ് അല്ലേ? ലോഫ്. അപ്പം ലൊഹക്ന വി ലാഫ്ഡ് അല്ലേ? ലൊഹക്ന കസീറൻ. നഹ്നു ലൊഹക്ന കസീറൻ. യെസ്, നഹ്നു ലൊഹക്ന. നീ ഹിയറിംഗ് ദാറ്റ് എന്ന് അതും കൂടി ഉണ്ടെങ്കിലോ? ഇസ്മാ എന്ന് പറയുമ്പം അപ്പം എപ്പോഴാണ് നമ്മൾ അത് കേട്ടപ്പോൾ ഒരുപാട് ചിരിച്ചു എന്നല്ലേ? സോ ലഹക്ന കസീർ ലമ്മ സമിഅന കിദ. വെൻ നമ്മളത് കേട്ടപ്പോൾ, ഈ പോളേട്ടനൊക്കെ വരുമ്പോൾ നമ്മൾ ലമ്മ യൂസ് ചെയ്യണം. കേട്ടപ്പോൾ, അതായത് when we heard അല്ലേ? അത് കേട്ടപ്പോൾ. അപ്പൊ അത് കേൾക്കുമ്പോ അപ്പൊ എന്താണ്? ലഹക്ന കസീർ ലമ്മ സമിഅന കിദ. നമ്മളല്ലേ കേട്ടത്, അപ്പൊ സെമിഅന എന്ന് പറയണം. കിദാണ് അത് ആ കാര്യം മനസ്സിലായി. അത് കേട്ടപ്പോ അപ്പൊ കിദാന്ന് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ.
അപ്പൊ നഹ്നു ലഹഖ്ന ലമ്മ ഉം. സമഅന കിദ. യെസ്. ഓക്കെ. അല്ല കേട്ടപ്പോൾ നമ്മൾ കുറേ ഇനി നിങ്ങൾ ഫോൺ കാറിൽ മറന്നു വെച്ചു. നിങ്ങൾ വേണ്ട, അവർ ദേ ഫോഗോട്ട് മൊബൈൽ ഇൻ ദ കാർ. അവർ എന്ന് പറയുമ്പം ദെയ്യല്ലേ? ആ ഹും. ആ ആ, ഓക്കെ. അല്ല അതെന്താ അങ്ങനത്തെ അറിയോ? മതി, അങ്ങനത്തെ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ മറന്നു എന്ന് പറയുമ്പോ അൻസ. അൻസ എന്ന് പറയുമ്പം ഐ ഫോഗറ്റ് ആണ്. ഐ ഫോർഗെറ്റ്. അപ്പൊ അൻസു അല്ല അൻസു അനസ്. വരൂല. അതിന്റെ ഇപ്പൊ ബേസ് വേർഡ് എന്താ നിങ്ങൾ ആലോചിക്കൂ. ജസ്റ്റ് ബേസ് അൻസ വേർഡ് നസ് പാസ്റ്റില് നസ. നസ ആ, എന്നായിരിക്കും. നസ. നസ. ഓക്കെ. സോ അവരാകുമ്പോൾ ഈ ബേസ് വേർഡ്ക്ക് നമ്മൾ എന്ത് ചേർക്കണം? നസു. 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 യെസ്, ആ. അഹ്സൻതി. ആ ഹും നസു ഉം. ജവാലി ഫിസയ്യാറ. ജവാലിന് ജവാലി വേണ്ട, ജവാലി ആ, എന്റേതാവൂലേ. സോ എന്റേതാ. ആ, നസു അൽ ജവാൽ ഫി സിയാറ. ഫിസയ്യാറ. അല്ലേ? ഓക്കെ. ഇനി നിങ്ങൾ വാതിൽ തുറന്നോ? നിങ്ങൾ എന്ന് പറയുമ്പം ഉം. ഉം, നിങ്ങൾ വാതിൽ തുറന്നോ? ഉം. നിങ്ങളുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇൻതും. ഇൻതും. ആ ഓക്കെ. ഇൻതും ആ വാതിൽ തുറന്നോ? ആ അപ്പൊ ഫതഹു. ആ ഇൻതും ആ, ആകുമ്പോ ഫത്തഹു ആണോ? അത് ഇൻ- ഹുമ്മാവുമ്പോ അല്ല. അല്ലേ ഫത്തഹു. ഇൻതും ആ, ആകുമ്പോ താ വരണ്ട. ഇൻതുമിന്റെ ഫതഹ്തും. എന്താണ് ആഡ് ചെയ്താൽ മതി. യെസ്, ഫതഹ്തും. ഫതഹ്തും. യെസ്, ആ, ഇൻതും ഇൻതും ഫതഹ്തും. ഫതഹ്തും അൽ ബാബ്. യെസ്, അൽബാബ്. ഇല്ലേ? ഇനി ഉം. ഹി ഡ്രാങ്ക് വാട്ടർ. ഹി എന്ന് പറയുമ്പം ഹുവ. ഓക്കെ. ഡ്രാങ്ക് എന്ന് പറയുമ്പം അഷ്റബ്. അഷ്റബ് എന്താണ്? അതന്നെ. അപ്പൊ ഹുവ അഷ്റബ് മോയ. അഷ്റബിന്റെ അർത്ഥം എന്താണ്? അഷ്റബ് എന്താണ്? ഈ ഡ്രാങ്ക് ആണല്ലേ? അഷ്റബ് എന്താണ്? ഷറബ. അഷ്റബ് എന്ന് പറഞ്ഞാൽ ഐ ഡ്രിങ്ക് ആണ്. അഷ്റബ് മോയ, ഐ ഡ്രിങ്ക് വാട്ടർ മോയ. ആണ്. അപ്പൊ അവൻ ആ, കുടിച്ചു. ഹുവ ഷരിബ്. ഷെരിബ്. അല്ലെ? ഹുവ ഷരിബ് ഷെരിബ്. ആണ് അതിന്റെ പാസ്റ്റ്. ഓക്കെ. ഓക്കെ. ഹുവ ഷറബ് അല്ലെങ്കിൽ ഷെരിബ്. ഹുവ ഷെരിബ് മോയ. മോയ. അല്ലെ? അഷ്റബിന്റെ ഷെരീബ എന്നാണ്. ഹുവ ഷെരീബ മോയ എന്ന് പറഞ്ഞത്. സംസാരത്തിൽ ഷെരീബ് മോയ പറയാൻ ആ ഫത്തഹ വെച്ച് അങ്ങനെ വല്ലാണ്ട് എൻ്റെ ചെയ്യൂല. ഓക്കെ. ഷെരീബ് അല്ലേ? അങ്ങനെയാണ് പറയാ. സോ ഹുവ ഷറബ് മോയ. മോയ. ഹുവ ഷെരീബ് മോയ, ഷെരീബ് ഷറബ മോയ ഒക്കെ പറയാം. സോ ഹുവ ഷെരീബ് മോയ. അപ്പം അവളാണെങ്കിലും അവൾ വെള്ളം കുടിച്ചു. അവളാവുമ്പം ആ ഹുവ ബേസ് വേർഡ് നോക്കുക, അങ്ങോട്ട് ആഡ് ചെയ്യാ. ഹിയ ഷെരിബ്ത ഷെരിബത്ത്. യെസ്, ഹിയ ഷെരിബത്ത് മോയ. ഇനി മോയ. ഞാൻ വെള്ളം കുടിച്ചു. ഞാൻ നന്മ അന അഷ്റബ് അല്ല അന ഷറബ്തു. അന ഷെരിബ്ത് മോയ. ഞാൻ മോയ. വെള്ളം കുടിച്ചു. അല്ലേ? ഇനി അവൻ മാർക്കറ്റിൽ പോയി. അവൻ മാർക്കറ്റിൽ പോയി. അപ്പം ഹുവ ഉം. ഹുവ റാഹയാണ് റാഹയാണ് കേട്ടോ ബേസ് വേർഡ് വരിക. അല്ലെ? അറൂഹാണെങ്കിലും അതിന്റെ ബേസ് വേർഡ് റാഹ. റാഹ പോയി, ഷാഫ കണ്ടു. ഓക്കെ. പിന്നെ ഏതാണ് ഇതുപോലുള്ള 2 ലെറ്റർ വേർബ്സ് ഉണ്ട്. അതൊക്കെ ബേസ് വേർഡ് ആകുമ്പോൾ ഒന്ന് നീട്ടിയിട്ടാണ് നമ്മൾ പറയാ. റാഹ, ഷാഫ. പിന്നെ ഏതാ ഉള്ളത് വേറെ? ജാ. ജാ വന്നു. അല്ലേ? അവൻ അതൊക്കെ വന്നു. അപ്പൊ ഒന്നൊരു അലിഫ് കൊടുക്കും അല്ലേ? ജാ എന്നാ പറയാ. അവൻ വന്നു. അല്ലേ? ഹുവ റാഹു ഇല സൂഖ്. ഹുവ റാഹ് ഇല സൂഖ്. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ ഉണ്ട്. ഹി കെയിം ലേറ്റ്. സോ ഹുവ ജാ മുതഅഖിർ. മുതഅഖിർ. ഓക്കെ. ഞാൻ വന്നു എന്നാണെങ്കിലോ ജീത്ത് എന്ന് പറയാം. ജീത്ത്. അന ജീത്ത്. ജീത്ത്. അന ജീത്ത് മുതഅഖിറ. അല്ലേ? അപ്പം അതൊക്കെ ഇങ്ങനെ ഓരോ വേർബിന്റെയും പാസ്റ്റ് എങ്ങനെയാ വരുന്നത് എന്ന് പഠിക്കണം കേട്ടോ. എന്നിട്ട് അതിന്റെ ടേബിൾസ് ഇങ്ങനെ പഠിക്കണം. അല്ലേ? ആ ടേബിൾ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 3 ഉള്ള ടേബിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കണക്ട് ഞാൻ ചെയ്യണം. നിങ്ങൾക്ക് അയച്ചെന്നുണ്ടല്ലോ. കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഞാൻ 2 ടേബിളും അയച്ചു തന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. ഒന്ന് നോക്കുന്നുണ്ടോ പഴയ മെസ്സേജസ് ഒന്ന്. അങ്ങനല്ല ഒരു ടേബിളിൽ മൊത്തം ഇല്ലല്ലോ. ഒന്നിൽ തന്നെയല്ലേ? അതിപ്പോ ഞാൻ ആക്കിയിട്ടില്ല. ഞാൻ നോക്കട്ടെ കേട്ടോ. അതിനൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. നമ്മൾ കീബോർഡ് അറബി ലാപ്ടോപ്പിൽ ഇല്ലാത്തതുകൊണ്ടേ. ഞാൻ നോക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ അത് എഴുതുമ്പം അങ്ങനെ എഴുതിയാൽ മതി. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് കോളിട്ടിട്ട് ഇത് നോക്കിയിട്ട് ആ ലെറ്റർ ചേഞ്ച് എന്താ വരുന്നത് നോക്കിയാൽ മതി. പക്ഷെ ഇത് വേറിട്ട് എഴുതിയായിരിക്കും നന്നാവുക. അപ്പോഴാണ് ഒന്നും കൂടി പഠിക്കാനൊക്കെ എളുപ്പമുണ്ടാവുക. മറ്റേത് കൺഫ്യൂസിങ് ആവും. കാരണം ഒന്നിൽ തന്നെ 8 പ്രൊനൗൺസ് ഉണ്ടാകും. എല്ലാം കൂടെ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാൻ പറ്റൂല.
ഓരോന്നിനും ഒരു ഇപ്പോൾ പ്രസൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എക്സാമ്പിൾ എഴുതണം എപ്പോഴും കൂടെ. അപ്പോൾ പിന്നെ ഓരോന്ന് എഴുതായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാമല്ലോ, നിങ്ങൾ തന്നെ കോളം എക്സ്ട്രാ വരച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെ എഴുതിയെടുത്താൽ മതി. ഇനി അവൻ ഹി സ്റ്റഡീഡ് ദ ലെസൺ. ഹി സ്റ്റഡീഡ്. അപ്പം ഹി എന്ന് പറയുമ്പോൾ ഹുവ. അപ്പൊ ദറസ്. അത് നമ്മൾ അതിനേക്കാൾ നല്ല പഠിക്കുക. ഇപ്പം മക്കളോടൊക്കെ പഠിക്കുക നമ്മൾ ദാക്കിർ എന്ന് പറയാൻ നല്ലത്. ഓക്കെ, ദാക്കിർ എന്ന് പറയാറുണ്ട്, പഠിക്കേ. ഓക്കെ, ഈ പഠിച്ചോ ദറസ്. ഓക്കെ, അപ്പം ദാക്കിർ എന്ന് പറയായിരിക്കും ഒന്നും കൂടി. ഇപ്പം മക്കളോട് പഠിച്ചോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ദറസ് എന്ന് ചോദിക്കണേക്കാൾ നല്ലത് ദാക്കിർ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ പഠിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, കൽപ്പിക്കൂല, ദാക്കിർ അല്ലേ, അതാണ്. മറ്റൊന്നും പറയാം, ദറസ്തും പറയാം. ഓക്കെ, സോ ഹുവ ദാക്കിർ അദ്ദറസ്. പുതിയതൊക്കെ നമുക്ക് അറിയണം അല്ലേ. ഹി അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം. അതിന്റെ ബേസ് വേർഡ് സിക്ർ ആണോ? സിക്ർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. സിക്ർ എന്ന് പറയുമ്പം പിന്നെന്താ അർത്ഥം? അപ്പൊ ദാക്കിർ എന്ന് പറയും നമ്മൾ പഠിക്കാനൊക്കെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ്, ഹി അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം. ഈ അണ്ടർസ്റ്റുഡ് എന്ന് പറയുമ്പോൾ ഫഹം. യെസ്, ഫഹം. പ്രോബ്ലം എന്ന് പറയാർക്ക് ഒന്നും കൂടി നന്നാവും കേട്ടോ, ഫഹിം. ഫഹിം. ഓക്കെ, ഫഹിമ എന്നാണ് പറയാ ശരിക്ക്. ഹുവ ഫഹിമ അൽ മുഷ്കില എന്ന്. പക്ഷെ നമുക്ക് ഫഹിം എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഫിഹിം എന്നും പറയാം. ഓക്കെ, ഇനി ഡിഡ് ഷീ ഡ്രൈവ് കാർ. എന്താ പറയാ അല്ലെ, ഞാൻ കാർ ഡ്രൈവ് ചെയ്യാറുണ്ട്. അസൂക്ക സയ്യാറെന്ന് പറയാം. അതിന്റെ പാസ്റ്റ് സാക്കയാണ്, സാക്ക. അവൻ ഡ്രൈവ് ചെയ്യൂ മീൻസ് ഹി ഡ്രോവ് എന്നാണെങ്കിൽ സാക്ക. ഓക്കെ, പാസ്റ്റ് ബേസ് വേർഡ്. അപ്പൊ ഷീ ആവുമ്പം എങ്ങനെ വരും? സാക്ക എന്ന് പറയുമ്പോൾ ഷീ പറയുമ്പോൾ സാക്കിത്ത്. സാക്കിത്ത് ഉണ്ടാതിരിക്കുന്നത് ഇത് മാറി, അതായത് ഫത്ഹ വന്ന് നമ്മൾ സംസാരത്തിൽ പറയാ. ഓക്കെ, സാഗത്ത് എന്നുള്ളത്. ഓക്കെ, സാഗത്ത് അവളാണെങ്കിൽ. ഓക്കെ, ഇനി ഷീ കുക്ക്ഡ് ലഞ്ച്. ഷീ എന്ന് പറയുമ്പം ഹിയ, കുക്ക്ഡ് എന്ന് പറയുമ്പം മത്ബ. അപ്പൊ തബ, അപ്പം തബഅത്ത്. യെസ്, ഹിയ തബഖത് ഗദ. ഗദയാണ് ലഞ്ച്. സോ ഹിയ തബഖത് ഗദ. ഇനി അവൾ റൂം ക്ലീൻ ചെയ്തോ? ഡിഡ് ഷീ ക്ലീൻ ദ റൂം? ക്ലീൻ എന്ന് പറയുമ്പോൾ നദീഫ. ഡിഡ് ഷീ എന്ന് പറയുമ്പോൾ ഹിയ. അപ്പം ഹിയ നദീഫത്ത്. നളഫയാണ് ബേസ് വേർഡ്, നളഫ. ഓക്കെ, നളീഫ് എന്ന് പറഞ്ഞാൽ വൃത്തി എന്നാണ്, ക്ലീൻലിനെസ് എന്നാണ്. അപ്പൊ വൃത്തിയാക്കി അല്ലെ, ഞാൻ വൃത്തിയാക്കാറുണ്ട് എന്ന് ഉനള്ളിഫ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഉനള്ളിഫ്, യുനള്ളിഫ് ആണ് അവൻ വൃത്തിയാക്കാറുണ്ട്. തുനള്ളിഫ് അവൾ വൃത്തിയാക്കാറുണ്ട്. അപ്പൊ അവൾ വൃത്തിയാക്കി കഴിഞ്ഞു. സോ നളഫയാണ് ബേസ് വേർഡ്, അവൻ വൃത്തിയാക്കി. സോ നളഫത്ത്. ഓക്കെ, സോ അനയാകുമ്പോൾ എങ്ങനെ പറയും? നളഫ്ത് അല്ലേ. ഞാൻ റൂമൊക്കെ വൃത്തിയാക്കി. ഞാൻ വീട് വൃത്തിയാക്കി. പാസ്റ്റ് ആകുമ്പോൾ അപ്പൊ ചേഞ്ച് കണ്ടോ നിങ്ങള് അല്ലേ. സോ അവളാകുമ്പം നളഫത്ത് അൽ ഉർഫ ചോദിച്ചാൽ തന്നെ അവൾ എന്താണ്, റൂം ക്ലീൻ ചെയ്തോ എന്നാണ്. ക്ലിയർ ആണോ? ഇനി അവർ ഡോർ അടച്ചോ? ഡിഡ് ദേ ക്ലോസ് ദ ഡോർ? ഡിഡ് ദേ ക്ലോസ് ദ ഡോർ പാസ്റ്റ്. യെസ്, ഡിഡ് ദേ. ദേ എന്ന് പറയുമ്പം ഹും. ക്ലോസ് എന്ന് പറയുമ്പം സക്ക. അപ്പം സക്കറു. യെസ്, ഹും സക്കറു അൽബാബ്. യെസ്, ഹും സക്കറു അൽബാബ് അല്ലേ. നെക്സ്റ്റ് ഏതാണ്? ഷീ കോൾഡ് ഹെർ ഫ്രണ്ട്. ഗഫലും പറയട്ടോ, ഗഫലു അൽബാബ് എന്ന് പറയട്ടോ. ഗഫൽ അതായത് ക്ലോസിന്റെ വേറെ വേർഡ്. ക്ലോസ് ചെയ്തെന്നുള്ള ഗഫലു എന്നുള്ള രീതിയിലും ഗഫലു അൽബാബ് അല്ലേ, അവര് ഡോറ് ക്ലോസ് ചെയ്തോ, അങ്ങനെയും ചോദിക്കാം. പിന്നെ ഷീ കോൾഡ് ഹെർ ഫ്രണ്ട്. ഷീ എന്ന് പറയുമ്പോൾ ഹിയ. അപ്പം ഇത്തസൽ, അപ്പൊ ഇത്തസലത്ത് സദീഖ അല്ല സദീഖി. സദീഖിന് മൈ ഫ്രണ്ട് അല്ലേ, സദീഖ അവളുടെ ഫ്രണ്ട് അല്ലേ. ഓക്കെ, ഇനി
നീ കീ മറന്നോ? Did you മറന്നോ forget the ചോദിക്കും key? അൻസ. ആ നസ്. അപ്പം നീ എന്ന് പറയുമ്പം ഇൻത. ആ നസ അല്ല, ബേസ് വേർഡ് അല്ലേ? ആ അപ്പം ഇൻത നസ് നസീത്ത് നസ നസീത്ത് അന انت നസീത്ത് ഞാൻ نسيت മറന്ന് അല്ലേ مفتاح. ഇൻത നസീത്ത് നീ മറന്ന് ഇൻത നസീത്ത് അൽ മിഫ്താഹ്. ഓക്കെ, انت ഇനി نسيت ചാവികൾ കീസ് ആണെങ്കിൽ മഫാത്തിഹ് പ്ലൂറലി, മിഫ്താഹിന്റെ പ്ലൂറലി മഫാത്തിഹ്. സോ ഇൻത നസീത്ത് അൽ മഫാത്തിഹ്, നീ കീ കീ മറന്നോ? മറന്നു. ഇനി ഞാൻ എന്താണ്, ഞാൻ ഫോണിന് ആൻസർ ചെയ്യാൻ മറന്നു. ഞാൻ എന്ന് പറയുമ്പം ഐ ഫോഗോട്ട് അന ടു ആൻസർ ദ ഫോൺ. ഐ ഫോർഗോട്ട് എന്ന് പറയുമ്പം ആ അൻസ അല്ല ഫോഗോട്ട് ചെയ്തു. ആ അപ്പൊ നസീത് ടു നസീത്ത് ഫോർഗോട്ട് ടു ആൻസർ. ആൻസർ എന്ന് പറയുമ്പോൾ റദ്ദീത്. റദ്ദ് മതി, അവിടെ റദ്ദ് ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. നസീത്ത് റദ്ദ് റദ്ദ് അലൽ ജവാൽ. അൽ ജവാൽ. ഓക്കെ, നമ്മൾ അലൽ ജവാൽ എന്നാണ് അവിടെ പറയട്ടോ. അപ്പൊ ഈ കോളൊക്കെ വരുമ്പം അല, നേരത്തെയും ഒരു അല വന്നല്ലോ അല്ലേ? അല പറഞ്ഞു യെസ് വന്നു. അപ്പം എന്താണ് നസീത്ത് അറുദ് അലൽ ജവാൽ. അറുദ് വേണമെങ്കിൽ പറയാം, ഞാനല്ലേ മറന്നത്. ഐ ഫോഗോട്ട് ടു റിപ്ലൈ. അപ്പം അറുദ് എന്ന് പറയാം, സബ്ജക്റ്റ് ഞാനായതുകൊണ്ട്. ഓക്കെ, നസീത്ത് അറുദ് അലൽ ജവാൽ. ഇനി നീ മറന്നു എന്നാണെങ്കിൽ നസീത്ത് അറുദ് അലൽ ജവാൽ അല്ലേ? നീ മറന്നു. നീ നസീത്ത് അറുദ് അലൽ ജവാൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, സോ അപ്പൊ ഇതുപോലെ സെന്റൻസ് ഉണ്ടാക്കി തന്നെ ഇത് പഠിക്കണം കേട്ടോ. ഇത് അയച്ചിട്ടില്ലല്ലോ ഈ ഒരു സെന്റൻസസ്. ഇതില്ല, ഇത് ഞാൻ പ്രാക്ടീസിന് വേണ്ടിയുള്ളതാണ്. ഇത് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് ഈ PDF. ഞാൻ അയച്ചെന്നില്ല, എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ ക്ലാസ് വർക്കിന് ഇങ്ങനെ. ഇനി ഐ അറൈവ്ഡ് ലേറ്റ്. ഐ എന്ന് പറയുമ്പോൾ അപ്പം അറൈവ്ഡ് എന്ന് പറയുമ്പോൾ വസല. അന വസൽത്ത് മുതഅഖിറ. മുതഅഖിർ. ഇനി എന്താണ് ഐ ഗോട്ട് ജോബ്. ഐ ഗോട്ട് എന്ന് പറയുമ്പം ഗോട്ടിന് എന്താ പറയാ? കിട്ടി. ഹസല, അവന് കിട്ടിയാണെങ്കിൽ ഹസല. ഹസല അല്ലേ? ഹസല എന്ന് പറയുമ്പം അന ഹസൽത്ത് ജോബ്. അപ്പം ദവാം. ദവാമല്ല, എന്താ പറയാ? വലീഫ പറയുന്നു കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. ഹസല ഏത് സ്വാദാണോ? ഗോട്ട് അല്ലേ? എനിക്ക് പുതിയ ജോലി കിട്ടി. ഓക്കെ, ഗോട്ട് അല്ലേ? ജോബ്. നമ്മൾ ഷോയിലൊക്കെ വലീഫയാണ് ഒന്നും കൂടിയും പറയാം, എംപ്ലോയ്മെന്റ് എന്നൊക്കെയുള്ള രീതിയിൽ പറയണമെങ്കിൽ വലീഫ. ഇനി ദേ ഹെൽപ്ഡ് ദെയർ ഫ്രണ്ട്. ഹെൽപ്പ് എന്ന് പറയുമ്പോൾ സായിദിനെ എന്നെ ഹെൽപ്പ് ചെയ്യാ സായിദിനെ. യെസ്, അതന്ന് കൊറേ ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഓർമ്മയുണ്ടല്ലേ സായിദിനി. ഓക്കെ, അങ്ങനെയൊക്കെ ഓർമ്മിച്ച് വെക്കണം. അതാണ് ഒരു വേർബ് നമുക്കറിയാം. നമ്മളെ മെയിൻ എയിം എന്ന് പറഞ്ഞാല് വേർബ് ഹണ്ടിങ് ആണ്. ഒരു അറബി ഭാഷ പഠിക്കുക എന്ന് പറയുന്ന മെയിൻ തിങ് ഈ വേർബ് ഹണ്ടിങ്ങും ഈ വേർബിന്റെ ചേഞ്ചസും ആണ്. ഓരോന്ന് കണക്ട് ചെയ്ത് പഠിക്കും, അല്ലാണ്ട് ഇതൊന്നും തലയിൽ ഉണ്ടാവില്ല. അങ്ങനെ തന്നെ പഠിക്കുള്ളൂ, കണക്ഷനും റിപ്പീറ്റേഷനും. അപ്പൊ എന്താണ് ദേ ഹെൽപ്ഡ്. ദേ എന്ന് പറയുമ്പം ഹുമ്മാണ്. അപ്പം അതിന്റെ ബേസ് വേർഡ് അപ്പം സായിദാണ്. അതെ, അപ്പൊ സായിദു. ഹും സായിദു. ദിയാ ഫ്രണ്ട് എന്ന് പറയുമ്പോ ഹുമ്മാണ് വരെ ലാസ്റ്റ്. അപ്പം ഫ്രണ്ടിന് സ്വദീഖഹും അല്ലെങ്കിൽ സ്വാഹിബുഹും അല്ലെ? സ്വാഹിബും പറയാം, സ്വദീഖഹും പറയാം അല്ലേ? ഇനി അവർ പുതിയ ഷോപ്പ് തുറന്നോ? ഡിഡ് ദേ ഓപ്പൺ ന്യൂ ഷോപ്പ്? ഓപ്പൺ എന്ന് പറയുമ്പം ഫതഹു. ഹും ഫതഹു. ന്യൂ ഷോപ്പ് എന്ന് പറയുമ്പോൾ ജദീദ്. ഷോപ്പിന് എന്താ പറയാ? അവർക്ക് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു വഴി മക്കളെ കുറിച്ച് പറയുന്നതാണ് അല്ലേ? അവർ ഉറങ്ങി, ഹും നാമു അല്ലേ? അവർ കഴിച്ചു, ഹും അക്കലു അല്ലേ? ഇനി അവർ സ്കൂളിൽ പോയി, ഹും റജഉ അല്ലെങ്കിൽ ഹും തലഉ അല്ലെങ്കിൽ ഹും റാഹു അല്ലേ? അപ്പം നിങ്ങളെ മക്കളെ കുറിച്ച് ഇങ്ങനെ പറയാം, അവര് പോയി, അവര് വന്നു എന്നൊക്കെ ഉള്ളത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഊന്നുള്ള അത് കിട്ടും, ഹും എന്നുള്ളതിൻ്റെ കൂടെ. അപ്പം അങ്ങനെ 2-3 സെൻറ്റൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് റീകോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ദേ വിസിറ്റഡ് ദെയർ ഫാമിലി. വിസിറ്റഡ് ആയില്ലെന്നറിയാം, ഹും അറിയാം, പക്ഷെ അസൂറാണ് ഐ വിസിറ്റ്. ഓക്കെ, സാറയാണ് ഹി വിസിറ്റഡ്, ബേസ് വേർഡ്. സാറയാണ് ബേസ് വേർഡ് അല്ലേ? ഇതിന് സിയാറത്തിന് പോവാന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സാറയാണ് എന്ത്, ഹി വിസിറ്റഡ്. അപ്പം അതിന്റെ അപ്പൊ അവർ പോയി എന്നാകുമ്പോ അവർ എന്ന് പറയുമ്പോൾ ദേ അല്ലേ? അപ്പം ഹും സാറു അല്ലേ? എന്താണ്, അഹ്ലഹും അവരെ ഫാമിലിയെ. ഇനി they waited a long time. ദേ എന്ന് പറയുമ്പോൾ ഹും ഇൻതളർ, അപ്പം നവർ ഇൻതളർ ആണ് വെയിറ്റ്. അപ്പോൾ ഇൻതളറു ഫോർ എ ലോങ് ടൈം. ടൈമിന് എന്തായിരുന്നു, വക്ത് ജ്യാദ അല്ല, ജ്യാദ അല്ല, വക്ത് തൊവീൽ അല്ലേ? ഹും ഇൻതളറു വക്ത് തൊവീൽ, കുറേ നേരം അവര് വെയിറ്റ് ചെയ്തു. ലോങ് അല്ല, ലോങ് ടൈം. നമ്മൾ പറയലുണ്ടല്ലേ? പറയും, ലോങ് ആണല്ലോ തൊവീല്. തൂലൊക്കെ കേട്ടില്ലേ? ഓൾ ഡേ. അപ്പം അതുപോലെ തൊവീല്. സോ വക്ത് തൊവീലാണ് എന്ത്, ലോങ് ടൈം. ഇനി ദേ ബിൽഡ് എ ഹൗസ്, അവരൊരു വീടുണ്ടാക്കി അല്ലേ? മക്കളൊക്കെ വലുതായിട്ട് അവരെന്തുണ്ടാക്കി, അവരൊക്കെ എന്തുണ്ടാക്കി, വീടുണ്ടാക്കി. സോ എന്താണ് പ്രസന്റ് എന്ന്, ഐ ബിൽഡ് എന്താണ്, അബിന. ഓക്കെ, ബനയാണ് എന്ത്, മേക്ക് ചെയ്യുന്നതിന് പറയാം. ബനയാണ് മെയ്ഡ് എന്നത്, ബിൽഡ് എന്നത് സവ്വാന്നും പറയാം, ഉണ്ടാക്കി എന്നത്. പക്ഷെ ഇത് ബിൽഡ് എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ വേറെ, ഐ മെയ്ഡ് എ ഹൗസുമായി ബിൽഡ് എ ഹൗസും ഡിഫറെന്റ് അല്ലേ? ആ ഒരു രീതിയിൽ പറയണമെങ്കിൽ ബിൽഡിൻ്റെത് നമ്മൾ എന്താണ്, ബന എന്നാണ്. അവൻ ബിൽഡ് ചെയ്തു അല്ലേ? അപ്പം ബന അല്ലേ? പ്രസന്റ് ആകും അബിന അല്ലെങ്കിൽ യബിന, ബേസ് വേർഡ്. ഓക്കെ, അപ്പം അവരുണ്ടാക്കി, അവരുണ്ടാക്കുന്ന പറയുമ്പം ഹും ബനു ബൈത്ത് അല്ലേ? ഹും ബനു ബൈത്ത് അല്ലേ? ഇനി അവർ ആ ന്യൂസ് കേട്ടോ, ഡിഡ് ദേ ഹിയർ ദ ന്യൂസ്? ന്യൂസ് എന്ന് പറയുമ്പോൾ ഖബർ, അതായത് ഖബർ അതന്നല്ലേ? അതന്നെ ഖബർ തന്നെ. അപ്പം ഡിഡ് ദേ ഹിയർ എന്ന് ഹും സമിഉ അൽ ഖബർ. ഹും സമിഉ അൽ ഖബർ, അവര് ന്യൂസ് കേട്ടു. ഇനി ലോസ്റ്റ് ചെയ്തു എന്നതിന് എന്താ പറയാ, അറിയോ? ലൊയ്യ എന്നാണ് പറയാ, ലൊയ്യ. ഫൗണ്ട് നേരത്തെ ലക്കീത്ത് അല്ലേ? ലക്കീത്ത്, അൽക്ക ഐ ഫൈൻഡ്, ഫൗണ്ട് ലക്കീത്ത്. ഓക്കെ, ഫൗണ്ട്. സോ അപ്പൊ ലോസ്റ്റിന് ലൊയ്യ എന്നാ പറയാ, ലൊയ്യ എഴുതിയോളൂ കേട്ടോ, ലൊയ്യ. സോ അപ്പൊ എന്താണ് ഇവിടെ ഉണ്ടായ എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, അത് നോക്കി എഴുതുള്ളൂ. അപ്പൊ ദേ ലോസ്റ്റ് ദ കീസ്, സോ ലയ്യു എന്ന് പറയും. ഓക്കെ, അതിന്റെ പ്രസന്റ് ഐ ലോസ്റ്റ് ആണെങ്കിൽ അലയ്യ എന്നാണ്, അലയ്യ. ഓക്കെ, ലോസ്റ്റ് ചെയ്തു, മിസ്പ്ലേസ് ചെയ്തു എന്നൊക്കെ പറയില്ലേ? ഈ വേർബ് പഠിക്കന്നെ വേണം. ഓക്കെ, പിന്നെ അപ്പൊ അതിന്റെ പാസ്റ്റ് ആകുമ്പോൾ ലൊഗൈത്ത് ജവാൽ, ഫോണ് മിസ്സായി പോയി. ഓക്കെ, ലോസ് ആയിപ്പോയി. അപ്പം ലൊഗൈത്ത്, എൻ്റെ ഫോണ് മിസ്സായി പോയി എന്നൊക്കെ ആണെങ്കിൽ ലൊഗൈത്ത്. സോ അവർക്ക് ദേ ലോസ്റ്റ് ദ കീസ്, സോ ഹും ലയ്യഉ. ഇതൊരു പുതിയ വേർഡാണല്ലേ? പുതിയതാണ്. ഇനി നമ്മൾ പഠിച്ചത് തന്നെ അത്, ഡിഡ് ദേ ഫൈൻഡ് ദ സൊല്യൂഷൻ? ഫൈൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പം പഠിച്ച സാധനം ലക്കേറ്റ്. അപ്പം ഡിഡ് ദേ എന്ന് പറയുമ്പോൾ ലക്കു. സൊല്യൂഷൻ എന്താ പറയാ? ഹെല്ലാണ് സൊല്യൂഷൻ, ഹെല്ല്. ഈ ഹെല്ലാണല്ലേ അത്? അതെ, ഹാല് വേറെ, ഹെല്ല് വേറെ. മറ്റേ ഹല്ല് എന്തായിരുന്നു? ഹാവ് യു, അത് ഹല്ല്, അത് കെട്ടുള്ള ഹല്ല്.
അതന്നെ. അത് അതിന്റെ ഹല്ലാണ്. മീനിങ് എന്തായിരുന്നു? ഹൽ എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡിന് മുന്നൊക്കെ ചോദിക്കും. ഇപ്പൊ യെസ്. ഇതിന്റെയൊക്കെ ഹാവ് യു. മുന്നിൽ നമ്മൾക്ക് എന്ത് ചോദിക്കാം? ഹൽ ആഹ്. ഹം ഹൽ ലഖു അൽ ഹൽ ഹൽ ഉം, ഐന്ദക്ക് ഉം. വക്ത് ഒക്കെ നമ്മൾ ഹല്ല് ചേർക്കും റിട്ടേണില്. സംസാരത്തിൽ ജസ്റ്റ് ഓക്കെ. ഐന്ദക്കെന്നേ ചോദിക്കുള്ളൂ. എല്ലാ ഉം. ക്വസ്റ്റ്യൻ വേർഡിലും അറബി സംസാര ലിറ്ററേച്ചറിൽ വരുമ്പോൾ നമുക്ക് ഹല്ലുണ്ടാവും. ഉം, ഉം, ക്വസ്റ്റ്യൻ ഉം. ആണ് എന്നത് പറയിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട്. പക്ഷെ സ്പോക്കണിൽ ആ ഹല്ലൊന്നും ഉപയോഗിക്കൂല. ഹൽ ഐന്ദക്ക് വക്ത് എന്നൊന്നും നമ്മൾ ചോദിക്കൂല. ഹൽ താരിഫ് അറബി ഒന്നും ചോദിക്കൂല. ജസ്റ്റ് താരിഫ് ഉം, അറബി ഉം, അങ്ങനെ ഉം. ചോദിക്കുള്ളൂ. ഇത് ഉം. ഹല്ലാണ്, ഹല്ല്. സോ ഓക്കെ. ഹും ലഘു അൽ ഹല്ല് അല്ലേ? ലഘു അൽ ഹൽ. അല്ലേ, അവരെന്താണ് സൊല്യൂഷന് കണ്ടെത്തി. ഇനി അവർ പുതിയ ക്ലോത്ത് അല്ലേ വെയർ ചെയ്തു. ദേ വോർ ന്യൂ ക്ലോത്ത്സ്. ഹും ഹും ലബിസു യെസ്, മലാബിസ് ജദീദ. ജദീദ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഈ പാർട്ടൊക്കെ ക്ലിയർ ആണോ? എന്തോ